കേണൽ എസ് ഡിന്നി എങ്ങനെ കാണുന്നു ഈ സമാധാന കരാറിനെ? എന്തായാലും ഇസ്രായേലിന്റെ പിന്തുണ ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുമോ? ശ്രീ മഞ്ജുഷ്, ഇത് വളരെ ഒരു എന്താ പറഞ്ഞ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടൈം തന്നെയാണ്. കാരണം ഇപ്പോൾ ഒരു ഡീൽ അല്ലെങ്കിൽ ഒരു മെമ്മറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് അവർ വിളിക്കുന്ന ഒരു കാര്യം നടന്നിട്ടുണ്ട് എന്ന് അമേരിക്ക അവകാശപ്പെടുന്നുണ്ട്. അതിന് ഇറാൻ ഏകദേശം ഒരു കാര്യം, അതായത് അങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇന്നിപ്പോ JD വാൻസ് പറഞ്ഞ ഏകദേശം ഒരു 1.5 പേജിന്റെ ഒരു മെമ്മറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് സൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് ജനറിക് ആണ് എന്നും കൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷെ അതിനകത്ത് ന്യൂക്ലിയർ ഡീലിനെ കുറിച്ച് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ന്യൂക്ലിയർ ഇറാൻ ഒരു കാരണവശാലും അവർ ചെയ്യത്തില്ല. അതിന്റെ പരിശോധനയ്ക്ക് മറ്റു കാര്യങ്ങളൊക്കെ ഇറാൻ സമ്മതിക്കും. അതുപോലെ തന്നെ ന്യൂക്ലിയർ ആയിട്ടുള്ള ഇതുവരെ എൻറിച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കാം. പക്ഷെ അത് അമേരിക്കയുടെ ഏകപക്ഷീയമായ പ്രഖ്യാപനമായിട്ടല്ലേ തോന്നുന്നുള്ളൂ? അതിൽ ആണവ പദ്ധതികളെ കുറിച്ചുള്ള ചർച്ചകൾ തുടരും എന്നുള്ള കാര്യം കൂടി ഉണ്ടല്ലോ. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതിപ്പം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് മാത്രമായിട്ട് ഇങ്ങനെ കുറെ സ്റ്റേറ്റ്മെന്റ്സ് വന്നു. പക്ഷെ ഇറാൻ അതിനകത്ത് എത്രമാത്രം ഇങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ അവര് എഗ്രി ചെയ്യുന്നു എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിലേ നമുക്ക് അറിയാൻ പറ്റൂ. ഇപ്പം 19-ാം തീയതിയാണ് ഇത് സൈൻ ചെയ്യുമെന്ന് പറയുന്നു. പക്ഷെ ചില ന്യൂസുകൾ പറയുന്നു അതിന് മുമ്പ് തന്നെ ഡൊണാൾഡ് ട്രംപ് ഈ അഗ്രിമെന്റ് ഒക്കെ പുറത്തുവിടും എന്നൊക്കെ ഉള്ള രീതിയിൽ വരുന്നു. ഇപ്പോൾ ഇത് ആക്ച്വലി സംഭവിച്ച ശ്രീ മഞ്ജുഷ് വളരെ വ്യക്തമാണ്. അമേരിക്കക്ക് ഇതിനകത്ത് നിന്ന് എങ്ങനെയെങ്കിലും തല ഊരണമായിരുന്നു. അപ്പൊ ആ തല ഊരാൻ വേണ്ടി അവര് ഇപ്പം നോക്കൂ, ഇന്ന് നടന്ന കാര്യം, ഇപ്പൊ ഈ ഒരു അഗ്രിമെന്റ് അതൊരു 60 ദിവസം മുമ്പ് നടന്നിരുന്നെങ്കിലും എന്ത് വ്യത്യാസം വരാൻ പോകുന്നത്? ഒന്നും വരുന്നില്ല. അന്നും ഇറാൻ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അപ്പൊ ഇപ്പം അമേരിക്കക്ക് എങ്ങനെയെങ്കിലും ഇതിന്ന് തലദൂരണം. നമ്മൾ അന്നും പറഞ്ഞു ഒരു ഓണറബിൾ എക്സിറ്റ് ആണ് അമേരിക്ക നോക്കുന്നത്. അപ്പൊ ഇപ്പോഴും ഒരു ഓണറബിൾ എക്സിറ്റ് കിട്ടിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു എക്സിറ്റ് കിട്ടുന്ന രീതിയിലേക്ക് അവർ മാറാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. പക്ഷെ ഇസ്രായേലിനെ സംബന്ധിച്ചോളം ഇസ്രായേൽ അതിനകത്ത് എത്രമാത്രം അവരുടെ ആ ഒരു പ്ലാനിനകത്ത് നിൽക്കും എന്നുള്ളത് കാരണം ഒരു ഡൗട്ട് ഉണ്ട്. അതിനകത്ത് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ ഇപ്പം ലെബനൻ, സിറിയ ആൻഡ് ഗാസ ഈ 3 സ്ഥലത്തും അവരുടെ സേന ഉണ്ട്, അവരുടെ ഫോഴ്സസ് ഉണ്ട്. അവരതിനെ സെക്യൂരിറ്റി സോൺ എന്ന് പറഞ്ഞിട്ട് അവർ വെച്ചിട്ടുണ്ട്. അവിടെ ഇപ്പൊ നമുക്കറിയാം ഇന്നലെയും മെനഞ്ഞാന്നും ഒക്കെ ഹെസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് അറ്റാക്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇസ്രായേൽ ഒരു രീതിയിലും വിട്ടുവീഴ്ച ചെയ്തില്ല. അവർ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ തിരിച്ചടിക്കും എന്നുള്ള രീതി തന്നെയാണ്. അപ്പൊ ഈ ഹെസ്ബുള്ള ആയാലും ശരി, ഹമാസ് ആയാലും ശരി, അല്ലെങ്കിൽ മറ്റ് ഹുത്തീസ് ഒക്കെ ആയാലും ശരി, അവരെ ഈ ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള രീതിയാണ്. അത് ആര് കൺട്രോൾ ചെയ്യുന്നത്? ഇപ്പൊ ഇറാനൊക്കെ എത്ര കൺട്രോൾ ചെയ്താലും അവരുടെ ലോക്കൽ ആയിട്ടുള്ള ആളുകൾ കാണും. അപ്പൊ അവർ 1-2 റോക്കറ്റ്സ് ഫയർ ചെയ്താൽ തന്നെ ഇസ്രായേൽ അതിനെ തിരിച്ചടിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം വളരെ ഇറിറ്റേറ്റഡ് ആയിട്ട് എന്താ പറഞ്ഞ ഇസ്രായേലുമായിട്ട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങളില്ലെങ്കിൽ ഇസ്രായേൽ ഇല്ല എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇസ്രായേൽ ഇതുവരെ ഒരു വെട്ടുവീഴ്ചയും ചെയ്യുന്നില്ല. അതായത് ഇപ്പൊ ഇതുപോലത്തെ ഹെസ്ബുള്ളയുടെ സ്റ്റാൻഡ് ഓഫ് അറ്റാക്സ്, അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഓക്കെ ശരി സമാധാനം വേണം, ഞങ്ങളിപ്പോ തൽക്കാലത്തേക്ക് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു സമീപനം അവരെടുക്കുന്നില്ല. അവരതിന് ഒന്ന് ഫയർ ചെയ്താൽ അവർ 4 രീതിയിലേക്കുള്ള രീതി തന്നെയാണ് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ഇന്നിപ്പോ നടക്കുന്ന അല്ലെങ്കിൽ 19-ാം തീയതി നടക്കാൻ പോകുന്ന സോ കോൾഡ് മെമ്മറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് പല പ്രാവശ്യം നടന്നിട്ടുണ്ട്. ഇൻഫാക്ട് ഫെബ്രുവരി 28-ാം തീയതി ഇപ്പം US ഇറാന്റെ ഈ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് പോലും ചർച്ച വലിയ രീതിയിൽ ഒരു സക്സസ്ഫുൾ ആയി എന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിച്ചപ്പോഴാണ് സഡൻലി അമേരിക്ക വീണ്ടും പോയി അറ്റാക്ക് ചെയ്തത്. അപ്പൊ ഇത് ആക്ച്വലി സൈൻ ചെയ്ത് ഇംപ്ലിമെന്റ് ആയി, സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ഒക്കെ ഓപ്പൺ ആയി, എന്നിട്ട് നമുക്ക് പറയാം ഓക്കെ നൗ തിങ്സ് ആർ മൂവിങ് ടു ഒരു നോർമൽസിക്ക് വരുന്നു എന്ന്. ആസ് ഓഫ് നൗ വെയിറ്റ് ആൻഡ് വാച്ച് എന്നുള്ള കാര്യം മാത്രമേ നമുക്ക് പറയാൻ. അതുപോലെ തന്നെ ശ്രീ കേണൽ എസ് ഡിന്നി, ഇത് ആരുടെ വിജയം എന്ന രീതിയിൽ താങ്കൾ വിലയിരുത്തുമോ? ആരുടെയെങ്കിലും വിജയമാണ് എന്ന രീതിയിൽ? ഇത് ആരുടെയും ഞാൻ കാണുന്ന ഇതിനകത്ത് ആർക്കും വിജയമില്ല. എങ്കിൽ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ആർക്കും വിജയമില്ല. ചെറിയ ചെറിയ നേട്ടങ്ങൾ ചില കൺട്രീസിന് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിന് പറയുന്നത് എന്തുകൊണ്ട് ആർക്കും വിജയമില്ല എന്ന് പറഞ്ഞാൽ, ഇതിപ്പോ തുടങ്ങിയത് നമ്മൾ ഈ ഒരു വിഷയം ശ്രീ മഞ്ജുഷ്, ഇപ്പം ഈ ഒരു യുദ്ധത്തിന് നമ്മൾ ഇവിടെ വെച്ച് അതായത് US ഇറാൻ ഇഷ്യൂ ആയിട്ട് മാത്രം നമ്മൾ കാണുന്നത് ചിലപ്പോൾ നമ്മൾ ആ പെർസ്പെക്റ്റീവിൽ തെറ്റി വരും. നമ്മൾ ഇതിനെ കാണണ്ടല്ലോ ഒക്ടോബർ 7-ാം തീയതി നടന്ന അറ്റാക്ക് തൊട്ട് അതാണല്ലോ അതിന്റെ ട്രിഗർ പോയിന്റ്. ഇപ്പോഴത്തെ ഈ കോൺഫ്ലിക്റ്റിന്റെ ട്രിഗർ പോയിന്റ് അവിടെ നിന്നാണല്ലോ തുടങ്ങിയത്. അവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഈ 3 കൺട്രീസിന്റെ നമ്മൾ അനലൈസ് ചെയ്ത് വളരെ പെട്ടെന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ആദ്യം ഇറാന്റെ ഭാഗത്ത് നിന്ന് നോക്കാം. ഇറാനാണ് ആദ്യം ആ ഹമാസിനെ കൊണ്ടുള്ള ഇനിഷ്യേറ്റ് ചെയ്തത്. അപ്പൊ ഇറാന് എന്തൊക്കെയാണ് തോൽവികൾ അത് കഴിഞ്ഞിട്ട് പറ്റില്ല. ഇപ്പം ഇസ്രായേൽ അതുപോലെ തന്നെ ഉണ്ട്. ഇസ്രായേൽ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയത്. പക്ഷെ ഇസ്രായേൽ അതുപോലെ തന്നെ ഉണ്ട്. പക്ഷെ അവർക്ക് നഷ്ടപ്പെട്ട എന്തൊക്കെയാണ്? അവരുടെ മിലിറ്ററി ഫോഴ്സിന് വലിയ രീതിയിലുള്ള നഷ്ടം വന്നിട്ടുണ്ട്. അവരുടെ എക്കണോമിക്കലി അവർ വളരെ ബാക്ക്വേർഡ് ആയിട്ടുണ്ട്. അവരുടെ ടോപ്പ് ലീഡർഷിപ്പ് അവരുടെ ഇല്ലാതായി. അവരുടെ ഏറ്റവും പരമോന്നത സുപ്രീം ലീഡർ അവർ ഇല്ലാതായി. അപ്പൊ ഇതെല്ലാം അവർക്ക് നഷ്ടമാണ്. അപ്പൊ അവർക്ക് ഒരു ഗെയിനും ഇല്ല. പക്ഷെ അവർക്ക് ഗെയിൻ പറ്റിയത് എന്താണ്? അവർ അമേരിക്കയും ഇസ്രായേലുമായിട്ടുള്ള ജോയിന്റ് ആയിട്ട് വളരെ ശക്തിശാലിയായിട്ടുള്ള 2 രാജ്യങ്ങൾ ജോയിന്റ് ആയിട്ട് അറ്റാക്ക് ചെയ്തിട്ട് 100 ദിവസത്തിനകം അവർ പിടിച്ചു നിന്നു എന്നുള്ള വലിയൊരു കാര്യം അവർക്ക് നേടാൻ സാധിച്ചു.
അതൊരു നേട്ടമായിട്ടാണ്, വിജയമല്ല ഒരു നേട്ടം. അപ്പൊ അതേപോലെ തന്നെ അവരുടെ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിനെ അവർക്ക് വെപ്പനൈസ് ചെയ്യാൻ പറ്റി, അതും ഒരു നേട്ടം തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പൊ അതുപോലെ തന്നെ അവർക്ക് ഗൾഫ് മേഖലയിൽ മറ്റുള്ള രാജ്യങ്ങളെ അവർക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റി, അതും അഗെയിൻ അവരുടെ ഒരു നേട്ടം തന്നെയാണ്. അതിനകത്ത് വിജയമല്ല, പക്ഷെ അത് നേട്ടമാണ്. ഇനി അമേരിക്കയുടെ കാര്യം നോക്കാം. അമേരിക്കയുടെ തോൽവികൾ എന്ന് പറഞ്ഞാൽ അമേരിക്ക ഇത്ര ശക്തിശാലിയായിട്ട് ഇസ്രായേലിനെ മുട്ടുകുത്തിക്കാൻ പറ്റിയില്ല എന്നുള്ള വലിയൊരു ഇറാനെ മുട്ടുകുത്തിക്കാൻ പറ്റില്ല എന്നുള്ളത് വലിയൊരു അവരെ സംബന്ധിച്ചുള്ള അതൊരു ഒരു ഡിഫീറ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു നാണക്കേട് തന്നെയാണ്. അതുപോലെ തന്നെ അവർക്ക് ഇസ്രായേലിനെ ഒരു രീതിയിലും കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുപോലെ ഹെസ്ബുല്ല, ഹമാസ് ഒക്കെ ഇപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. ഇറാനിന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഇപ്പോഴും ഇൻടാക്ട് ആണ്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ കാപ്പബിലിറ്റി ഇപ്പോഴും ഇൻടാക്ട് ആണ്. അപ്പൊ ഇറാന്റെ ടോപ്പ് ലീഡർഷിപ്പ് ഒക്കെ മാറിയിട്ടുണ്ട്. റെജീം ചേഞ്ച് വരുന്നത് അത് നടന്നില്ല, അതും സംഭവിച്ചില്ല. ഇറാന്റെ ഉള്ളിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം നടക്കുന്നു, അതും സംഭവിച്ചില്ല. അപ്പൊ അവരെന്തിന് ഏതൊക്കെ ഉദ്ദേശങ്ങളാണ് പോയത് അതൊന്നും നേടിയില്ല. അപ്പൊ അവിടെ തോൽവിയാണെന്ന് വെച്ചാൽ തോൽവിയല്ല, പക്ഷെ അവർക്ക് എന്തെങ്കിലും വിജയം കിട്ടിയെന്നില്ല. അവർക്ക് കിട്ടിയ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെഫിനറ്റ്ലി അവർക്ക് ഇറാന്റെ ഉള്ളിൽ നേരത്തെ പറഞ്ഞ പോലെ മിലിറ്ററി സ്ട്രൈക്സിലൂടെ അവരുടെ മിലിറ്ററി കാപ്പബിലിറ്റി ഒരു പരിധി വരെ പരമോന്നത നേതൃത്വത്തെ ഇല്ലാതാക്കാനും കഴിഞ്ഞു. ടോപ്പ് ലീഡർഷിപ്പിനെ ഇല്ലാതാക്കി. ശരി, ശ്രീ ബൈജു തിട്ടല, താങ്കൾ ഈ രീതിയിലാണോ വിലയിരുത്തുന്നത്, അതോ ഇത് അമേരിക്കയുടെ പരാജയം എന്ന രീതിയിലാണോ? തീർച്ചയായും ഈ രീതിയിലല്ല ഇതിനെ വിലയിരുത്തുന്നത്. അത് തന്നെയുമല്ല, ഈ October 7th ആണ് ഇതിന്റെ ട്രിഗർ പോയിന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ I don't think anyone who reads the history of Middle East crisis would accept that. But anyway, keep that apart. നമ്മൾ ഇവിടെ കാണുന്നത് ഇത് ആരുടെ പരാജയം എന്നതിനേക്കാൾ ഉപരി ഇറാൻ എന്ന രാജ്യത്തിന് കൃത്യമായി വീണ് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് ഞാൻ പറയുമ്പോൾ, ഈ ബെഞ്ചമിൻ നെതന്യാഹു ഓൾമോസ്റ്റ് ഈ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന എല്ലാ അമേരിക്കൻ പ്രസിഡന്റുമാർ പുറകെയായിരുന്നു ഇറാനെ അറ്റാക്ക്. അതായത് ബുഷിന്റെ പുറകെയായിരുന്നു, ക്ലിന്റന്റെ പുറകെയായിരുന്നു, ഒബാമയുടെ പുറകെയായിരുന്നു. എല്ലാ നേതാക്കന്മാരുടെയും പുറകിൽ കൃത്യമായി ഇറാനെ അറ്റാക്ക് ചെയ്യണം എന്നുള്ള അജണ്ടയുമായി ചെല്ലുകയും അവരൊന്നും ഇത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുകയും. പിന്നെ നമ്മൾ കാണുന്നത് വളരെ ടാക്ടിക്കലായിട്ട് കുറെ സീക്രട്ട് ഫയലിന്റെയും നമ്മുടെ എപ്സ്റ്റീൻ ഫയൽസിന്റെയും ഒക്കെ ഗ്രൗണ്ടിലാണ് അതിന്റെ ഒറിജിനിലേക്ക് ഡീറ്റെയിൽ ഇൻഫർമേഷനിലേക്ക് ഞാൻ പോകുന്നില്ല. അതൊക്കെ വെച്ച് കൃത്യമായി ബാർഗെയിൻ ചെയ്ത് ട്രംപിനെ കൊണ്ട് കൃത്യമായി ഇതിലേക്ക് കൊണ്ട് എടുത്തിട്ടു. അത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ട്രംപ് വാസ് ബുള്ളിഡ് ഇൻടു ഇറ്റ്. അത് നെതന്യാഹു കൃത്യമായി ചെയ്തതാണ്. ഇപ്പം ട്രംപ് ചെയ്യുന്നത് ട്രംപിന് മുമ്പുണ്ടായിരുന്ന എല്ലാ പ്രസിഡന്റുമാരും ചെയ്തിരുന്ന അതേ കോമൺ സെൻസിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്തത്. ദിസ് വെരി സിമ്പിൾ. പിന്നെ ഇതിൽ ആര് വിജയിച്ചു? ഞാൻ ഈ ചർച്ച തുടങ്ങുന്ന ആദ്യ കാലങ്ങളിൽ തന്നെ പറഞ്ഞിരുന്നു, ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഇത്രയും കാലത്തിനോടിടയ്ക്ക് ഇവർക്ക് എങ്ങനെ കംപ്ലീറ്റ് ഇന്റർനാഷണൽ മാർക്കറ്റിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാം, കംപ്ലീറ്റ് ഇന്റർനാഷണൽ എക്കോണമി മിസ്ബാലൻസ് ചെയ്യാം എന്ന് കിട്ടുന്ന കൃത്യമായ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ആ അവരൊരിക്കലും പ്രതീക്ഷിച്ചാണല്ലോ കയറി അടിക്കുമെന്ന്. ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരുടെ മുമ്പിൽ ഡു ആൻഡ് ഡൈ സിറ്റുവേഷൻ അല്ലാതെ മറ്റൊരു മാർഗവുമില്ല. പിന്നെ ഇതിൽ ആരാണ് കൃത്യമായും രൂക്ഷമായ മനുഷ്യക്കുരുതികൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.